ഇരട്ടിമാനത്തിന് യോഗ്യർ. 1 തിമോഥെയോസ് 5:17 നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക. ദൈവത്തിൻ്റെ ഒരു ക്രമീകൃത പദ്ധതിയിൽ നടക്കുന്നതാണ് ദൈവസഭ. അതൊരാത്മീയ കുടുംബമാണ്, കേവലം ഒരു മനുഷ്യ സംഘടനയല്ല. ദൈവം തൻ്റെ ക്രമത്തിൽ സ്ഥാപിച്ച ഒരു ദിവ്യ വ്യവസ്ഥയാണ് ദൈവസഭ. ആ ക്രമത്തിൽ ദൈവം നേതാക്കന്മാരെ നിയമിക്കുന്നു. ആത്മീയ ഉത്തരവാദിത്വങ്ങളും സംരക്ഷണവും വചനം പഠിപ്പിക്കലും ആത്മീയ യുദ്ധം ചെയ്യുക, ഇവയൊക്കെയാണ് അവരുടെ ദൈനംദിന ചുമതലകൾ. ഇരട്ടി ബഹുമാനമെന്നത് അവരുടെ ശുശ്രൂഷകളെ ആദരിക്കുകയും വാക്കുകൾക്ക് മുൻഗണന നൽകുകയും ആത്മീയ പിന്തുണ നൽകുകയും ദൈവത്തിൻ്റെ പ്രതിനിധികൾ എന്ന് അംഗീകരിക്കുകയും ചെയ്യുക, ഇവയൊക്കെയാണ് അർത്ഥമാക്കുന്നത്. അത്തരത്തിലുള്ളവരെ പരിപാലിക്കുന്നതിലും ഇരട്ടിമാനം നൽകണം. സാമ്പത്തികവും പ്രായോഗികവുമായ പിന്തുണ ഇതിൽ ഉൾപ്പെടുന്നു. അവരുടെ വിളി പൂർണ്ണകാലത്തേക്കുള്ളതാകയാൽ സഭ അവരെ പരിപാലിക്കണമെന്നത് ദൈവനിയോഗമാണ്. അവർ സ്വർഗരാജ്യത്തിനു വേണ്ടി പൊരുതുന്നവരാണ്. അതുകൊണ്ടാണ് അവരുടെ ബഹുമാനം ഇരട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നിയോഗിച്ചവരെ ബഹുമാനിക്കാത്തത് ദൈവത്തെ ബഹുമാനിക്കാതിരിക്കുന്നതിന് തുല്യമാണ്. ബഹുമാനം നൽകാത്ത സഭ ശക്തി നഷ്ടപ്പെട്ട സഭയാണ്.